എ കെ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലാ 12-ാം മൈലിലാണ്. അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ട് വന്നതാണ് നാടൻ തണ്ണിമത്തൻ. അപ്പോൾ ഞാൻ ഇതുവരെ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നത് കണ്ടിട്ടില്ല. അപ്പം ഇവിടെ വന്ന് തണ്ണിമത്തൻ കൃഷി ചെയ്തിരിക്കുന്നതും അതിൻ്റെ വിളവെടുപ്പും അതിൻ്റെ വ്യാപാരം എങ്ങനെയാണ് എല്ലാം ഒന്ന് അറിയാമെന്ന് കരുതി. അപ്പോൾ ഇതിൻ്റെ നടത്തിപ്പ് സുജിത്തിനെ കാണാൻ വന്നപ്പം സുജിത്ത് ഇവിടെ ഇല്ല. സുജിത്ത് വേറെ എവിടെയോ പോയേക്കുവാണ്. അപ്പം ഞാൻ ഈ തോട്ടമൊക്കെ ഒന്ന് കാണാൻ ഇറങ്ങുകയാണ്. ഒരു ബായിയാണ് ഇവിടുത്തെ പണിക്കാരെന്ന് തോന്നുന്നു. എന്നാ നെയിം? ടിക്പക് ദാസ്. ദീപക് ദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സ്ഥലം എവിടെയാ? പ്ലേസ് ആസാം. ഓ, ഓക്കെ ഓക്കെ. ഇവിടെ എല്ലാം കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ ഞാനും ഒരു തണ്ണിമത്തൻ നേരിട്ട് ഇങ്ങനെ പറിച്ചെടുക്കാൻ പോവുകയാണ്. ഇത് ഇങ്ങനെ തൊടുമ്പോ തന്നെ ഇതിങ്ങനെ പറഞ്ഞു പോന്നു. അത് നല്ല വിളഞ്ഞ തണ്ണിമത്തനാണിത്. അപ്പം നമ്മുടെ നാട്ടിൽ ഇവര് വളമൊന്നും അധികം ചേർക്കാത്തത് കൊണ്ടാണ്, അല്ലെ കുറച്ചുകൂടെ വലിപ്പം വന്നേനെ. അപ്പൊ ഞങ്ങൾ രാവിലെ 8 മണി ആയപ്പോഴത്തേന് വന്നപ്പോഴത്തേന് ഇവിടെ തണ്ണിമത്തൻ്റെ വിളവെടുപ്പാണ് നടക്കുന്നത്. കണ്ടോ, ഞാൻ ആദ്യമായിട്ടാണ് ഈ നമ്മുടെ നാട്ടിലെ ഇത്രയും ഇത് തണ്ണിമത്തൻ ഒന്നിച്ചിങ്ങനെ കിടക്കുന്ന കണ്ടതും ഇങ്ങനെ വിളവെടുക്കുന്നതും ഒക്കെ. എന്തായാലും നല്ല നാടൻ തണ്ണിമത്തയാണ്. ഇതിനകത്ത് ഒരു വിഷവും ഇല്ലാത്തതാണ്. അപ്പം നമുക്കിത് കുറച്ച് മേടിച്ചോണ്ടും പോകണം. ഭയങ്കര അതിശയം തന്നെ. ഇത് പാലായിക്കടുത്ത് കടപ്പാട്ടൂരാണ് ഈ സ്ഥലം. അപ്പം നമുക്ക് ഇത് വിളഞ്ഞു കിടക്കുന്ന ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഉണ്ടോ, ഇവിടെ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ഇത് 2-3 മാസമായി എന്ന് പറഞ്ഞ് ഇവരിവിടുന്ന് വിളവെടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പം നമ്മൾ വന്നപ്പോഴത്തേന് നല്ല വിളവെടുപ്പെല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞു. നമ്മള് വീട്ടില് ഇച്ചിരി പച്ചക്കറിയൊക്കെ നട്ട് പയറൊക്കെ നമ്മൾ പറിച്ചെടുക്കുമ്പോൾ എന്തൊരു സന്തോഷം എന്ന് പറയുന്നത്. വല്ലവരുടെയും പറമ്പാണെന്ന് പറഞ്ഞാലും എന്നാ രസമായിരിക്കുന്നത്. ഇങ്ങനെ തണ്ണിമത്തൻ എടുക്കുക എന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യമാണോ? ശരിക്കും പറഞ്ഞ അത്ഭുതം തോന്നുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ, അത് നമ്മുടെ വീടിൻ്റെ അടുത്ത് പാലായിലെ 6 ഏക്കർ സ്ഥലത്താണ് അദ്ദേഹം ഇവിടെ തണ്ണിമത്തൻ കൃഷി ചെയ്തതെന്ന് പറഞ്ഞു. നവംബർ മാസത്തിലെ ഇതിൻ്റെ വിത്ത് പാകും. അത് കഴിഞ്ഞിട്ട് 3 മാസമാണ് വേണ്ടതെന്ന്. 3 മാസം എന്ന് പറഞ്ഞാൽ ജനുവരി മുതൽ അദ്ദേഹം വിളവെടുക്കുന്നുണ്ട്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഞാനിപ്പോൾ ഏപ്രിലും കഴിഞ്ഞ് ഇന്ന് മെയ് 1-ാം തീയതിയാണ്. അപ്പം ഞാൻ ഈ സ്ഥലത്ത് വന്നിട്ട് ഇതിൻ്റെ ഓണറെ അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പരും ഒക്കെ കിട്ടി. ഞാൻ വിളിച്ച് ചോദിച്ചപ്പോഴേ പുള്ളി സ്ഥലത്തില്ല. പുള്ളി നല്ല തിരക്കുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു 6 ഏക്കർ സ്ഥലത്താണ് ഞങ്ങൾ കൃഷി ചെയ്തത്. അതുപോലെ 10-60,000 കിലോയോളം വിറ്റ് കഴിഞ്ഞു. ഇപ്പം 4-5 മാസമായിട്ട് ഇത് വിറ്റുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പം അവസാന ഭാഗമാണ് ഞാനിവിടെ വന്ന് കണ്ടിരിക്കുന്നത്. അതാണ് ഇവർ ഈ സ്ഥലത്ത് മുഴുവനും അതുപോലെ തന്നെ ഈ കാട് പിടിച്ച് കിടക്കുന്ന എന്നാന്ന് ചോദിച്ചാൽ അത് ഇതിനു വേണ്ടിയിട്ട് അവർ പ്രത്യേകം കാട് പറിക്കാതിട്ടേക്കുക. കാരണം ഇത് വെയിലത്ത് കിടന്ന് പൊള്ളി പോകാതിരിക്കാൻ. ആ പൊള്ളിയത് കൊണ്ടാണ് തണ്ണിമത്തൻ ആ മഞ്ഞ കളർ വരുന്നത്. ഞാനാണെങ്കിൽ കടയിൽ പോയി ഈ മഞ്ഞ കളർ ഉള്ളതേ വാങ്ങിക്കത്തുള്ളൂ. കാരണം മഞ്ഞ കളർ നല്ല വിളഞ്ഞയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതല്ല, പൊള്ളിപ്പോയതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കണ്ടോ, ഇതൊക്കെ അവരുപയോഗിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. ഇപ്പോഴല്ലേ ഇത് മനസ്സിലാകുന്നത് ഇത് പൊള്ളിപ്പോയ ഭാഗമാണെന്ന്. അപ്പോൾ ഇതിൻ്റെ വളമൊക്കെ ആണെങ്കിലും വെള്ളമാണേലും ഇത് പൈപ്പ് വഴി ഒന്നിച്ച് അങ്ങ് സ്പ്രേ ചെയ്യുമെന്നാണ് പറഞ്ഞത്. നമ്മൾ ഈ ഇഞ്ചിയൊക്കെ നടത്തില്ലേ എന്ന് പറയുന്ന പോലെ ഇവിടെ ചെറിയ ചെറിയ ലെയറായിട്ട് ഒരു ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ലെയറിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒരു 3 അടി ഇല്ല, അത്രയും അകലത്തിലാണ് ഈ വിത്തുകൾ നട്ടിരിക്കുന്നത്. അതിനിടയിലാണ് പൈപ്പ് വെച്ചിരിക്കുന്നത്.
ഞാൻ ഫേസ്ബുക്കിൽ കൂടെ കണ്ടുകൊണ്ടാണ് ഇവിടെ വന്നത്. അതിനകത്ത് ഒരു ഫോൺ നമ്പരും ഉണ്ടായിരുന്നു. ആ നമ്പർ അനുസരിച്ച് ഞാൻ വിളിച്ചപ്പോഴേ അജിത്ത് എസ് എന്നാണ് പറഞ്ഞത്. പുള്ളി ഒരു യുവ കർഷകനാണ്. അദ്ദേഹം 5 വർഷമായിട്ട് ഈ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നുണ്ട്. നല്ല വൻ വിജയമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഈ തവണ തന്നെ 60,000 കിലോയോളം വിറ്റെന്ന് പറഞ്ഞു. 6 ഏക്കർ സ്ഥലത്താണ് അദ്ദേഹം കൃഷി ചെയ്യുന്നത്. ഇതിൻ്റെ വിത്തുകളൊക്കെ ആണെങ്കിൽ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടും പ്രദേശത്ത് ഒരു വിഷവും ചേർക്കാത്ത നല്ല മാതൃ സാധനം കിട്ടും. ഇവിടെ തന്നെ ചെറിയൊരു ഷെഡുണ്ട്, അവിടോട്ട് ഇട്ടിരുന്നാൽ മതി. അത് അദ്ദേഹം പറഞ്ഞു വണ്ടിപ്പെരിയാർന്ന്, കട്ടപ്പനയെന്ന്, ഇടുക്കി, പിന്നെ അങ്ങ് പത്തനംതിട്ടയിൽ നിന്നും ദൂരേന്നൊക്കെ വരുന്നവരെ ഈ ഫേസ്ബുക്കിൽ കണ്ടുകൊണ്ടാണ് അവരെല്ലാം ഇവിടെ വന്ന് നേരിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ പോയി ഒരെണ്ണം മുറിച്ചൊന്ന് നോക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് അവരുടെ ആ ഒരു ചെറിയ ഔട്ട്ലെറ്റിലാണ്. ഇത് കണ്ടില്ലേ, ഞാനും കൂടി പറിച്ചോണ്ട് വന്ന സാധനമാണ് ഈ കിടക്കുന്നത്. കുറേ സാധനം രാവിലെ തന്നെ അവർ പറിച്ചെടുത്തായിരുന്നു. അതെല്ലാം കച്ചവടമായി. എന്നാലും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. സെയിൽസ് രാവിലെ മുതലേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വന്നപ്പം ഒരു ചേട്ടനെ കണ്ടു. എന്താ പേരെന്താ? ജോബി. ജോബി എവിടാ താമസിക്കുന്നത്? ഇവിടെ തന്നെ തന്നെ. ഞാൻ സ്ഥിരം വന്ന് മേടിക്കുന്നു. ശരി. ഇവിടെ തന്നെ വെള്ളം എടുക്കുന്നതാണ്. നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ പാലായിൽ ഇത് ഉണ്ടാകുന്ന അത് ആദ്യമായിട്ടാ. പിന്നെ നല്ല ടേസ്റ്റാ. ഞങ്ങള് നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ മേടിച്ചോളൂ. നല്ല മധുരവും നല്ല കളറും നല്ല സൂപ്പർ സാധനമല്ല. നമുക്ക് വിശ്വസിച്ച് കഴിയാം. മറ്റെല്ലാം അവർ ഇഞ്ചക്ഷൻ ചെയ്യുന്നത് നമ്മൾ നേരിട്ട് കളർ കയറ്റുന്നത് കാണുന്നത്. പിന്നെ മധുരത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. ഇതൊന്നുമില്ലല്ലോ. നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. നല്ല വിഷമില്ലാത്തത് ഉറപ്പായിട്ടും കഴിയും. ഇത് നമുക്ക് ദാഹവും തീരും, വിശപ്പും തീരും. ഇപ്പം പറമ്പിൽ പണിയാറുണ്ട്. ഇപ്പൊ അവർക്ക് വേണ്ടി ഞാൻ മേടിച്ചോണ്ട് പോകുന്നത്. അവർക്ക് ഉച്ചയ്ക്ക് ഇത് മതി. അത് ശരി. പണിക്കാർക്ക് വരെ ഇതാ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇതൊന്ന് എടുത്തൊന്ന് മുറിച്ച് നോക്കട്ടെ. ഇത് നല്ലൊരു വലിപ്പമുള്ള ഒരു 3.5-4 കിലോ കാണുമായിരിക്കും. മുറിച്ച് നോക്കട്ടെ. ഇതൊരു 2.5-3 കിലോ കാണുമായിരിക്കും. എന്നാലും നമുക്കൊന്ന് തൂക്കി നോക്കാം എത്ര ഉണ്ടെന്ന്. ആഹാ, 3,500, 3.5 കിലോ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങ് എനിക്ക് നല്ല കൊതിയുണ്ട്. ഇത് നമുക്ക് ഇവിടെ എടുത്ത് വെച്ച് ഒന്ന് മുറിച്ചൊന്ന് നോക്കാം. നല്ല കളറുണ്ടോ, നല്ല മധുരമുണ്ടോ. അപ്പൊ ഞാൻ ഇതൊന്ന് മുറിക്കാൻ പോവുകയാണ്. നല്ല നീളത്തിലൊന്ന് മുറിച്ച് നോക്കാമെന്ന് കരുതി. ഹായ്, സൂപ്പർ. കളർ കണ്ടിട്ട് തന്നെ നല്ല അടിപൊളിയായിരിക്കുന്നു. നല്ല മധുരമൊക്കെ ഉള്ളതാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല മധുരം, അതുപോലെ നല്ല കളറും ഉണ്ട്. നല്ല സൂപ്പറായിരിക്കുന്നു. ഞാൻ എപ്പോഴും ഓർക്കുകയാണ്, വീട്ടുകാരൊക്കെ അങ്ങ് ദൂരെയായിപ്പോയി, അല്ലെ അവർക്ക് എല്ലാവർക്കും ഇത് കൊണ്ട് കൊടുക്കായിരുന്നു. അതായത് ഒരു കീടനാശിനിയും ചേർക്കാതെ, ഇത് കളറും ചേർക്കാത്ത നല്ല ഫ്രഷായിട്ടുള്ളത് ഇപ്പം തന്നെ ഇവിടുന്ന് പറിച്ചുകൊണ്ട് വന്നത് ഒക്കെയാണ് നമ്മൾ ഈ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ തോട്ടമെല്ലാം കണ്ടു. അതുപോലെ തന്നെ കുറേ തണ്ണിമത്തനൊക്കെ വാങ്ങിച്ചു, കഴിച്ചു. നല്ല ഒരു അടിപൊളി എപ്പിസോഡാണ്. നിങ്ങളെല്ലാവരും ഇത് കാണണം. അപ്പോൾ ഇവിടെ ഇത് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.